തോമസ് പൊന്നാമറ്റം. ഇത് തീർത്തും സാധാരണ മേൽവിലാസമായിരുന്നു. എന്നാൽ ഈ പേരുകാരനെ പെട്ടെന്ന് ഓർമ്മ വരാൻ ഒരു കാര്യം കൂടെ ചേർത്താൽ മതി: കൂടത്തായി ജോളിയുടെ അമ്മായിയപ്പൻ. ഇപ്പോ എല്ലാവർക്കും ഓർമ്മ വന്നു കാണണം. കേരളത്തെ ആകെ ഞെട്ടിച്ച ഭയപ്പെടുത്തിയ കൂടത്തായി കൂട്ടക്കൊലയാണ് പൊന്നാമറ്റം വീടിനെ ചർച്ചയാക്കിയത്. ഈ വീട്ടിലെ അംഗമായിരുന്ന ജോളി ജോസഫ് എന്ന വീട്ടമ്മയാണ് 6 കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതും. കൊലപാതക ശ്രമങ്ങളുടെ ഞെട്ടിക്കുന്ന കഥകളുമൊക്കെ പുറത്തു വന്നു. +2 യോഗ്യത മാത്രമുള്ള ഒരു വീട്ടമ്മ NIT പ്രൊഫസറായി വേഷം കെട്ടിയതും സയനൈഡ് ഉപയോഗിച്ച് ബന്ധുക്കളെ കൊലപ്പെടുത്തിയതുമെല്ലാം നടുക്കത്തോടെയാണ് കേരളം കേട്ടിരുന്നത്. 14 വർഷത്തിനിടയിൽ ഉണ്ടായത് 6 ദുരൂഹ മരണങ്ങൾ. കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പിന്നെയും 3 വർഷങ്ങൾ കഴിഞ്ഞ്. ആസൂത്രണവും കൊല നടത്തിയതുമെല്ലാം ജോളി ജോസഫ് എന്ന വീട്ടമ്മയുടെ ബുദ്ധി. അതെ, ആ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 2006 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് ഒരേ കുടുംബത്തിലെ 6 പേർ സമാന സാഹചര്യത്തിൽ മരിക്കുന്നത്. പൊന്നാമറ്റം ടോം തോമസ്, ഭാര്യ അന്നമ്മ മാത്യു, മകൻ റോയ് തോമസ്, അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ, ടോം തോമസിന്റെ സഹോദരന്റെ മകനായ ഷാജുവിന്റെ ഭാര്യ സിലി, മകൾ ആൽഫൈൻ എന്നിവരാണ് മരിച്ചത്. റോയ് തോമസിന്റെ ഭാര്യ ജോളി ജോസഫാണ് 6 കൊലപാതകങ്ങളും നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തി. ഇതവർ സ്വന്തം മകനോട് പോലും സമ്മതിക്കുകയും ചെയ്തു. ഭർത്തൃ മാതാവിനെ വിഷം കൊടുത്തും മറ്റ് 5 പേരെ സയനൈഡ് നൽകിയുമാണ് കൊലപ്പെടുത്തിയത്. സ്വത്ത് തട്ടിയെടുക്കാനും ഷാജുവിനെ വിവാഹം കഴിക്കാനുമായിരുന്നു കൊലപാതകം. ബന്ധുക്കളുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് 2019 ജൂലൈയിൽ റോയിയുടെ സഹോദരൻ റോജോ വടകര റൂറൽ SP-ക്ക് പരാതി നൽകി. SP KG സൈമൺ അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന് കൈമാറി. 6 മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്നും കൊലപാതക സാധ്യത ഉണ്ടെന്നുമായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. ജില്ലാ C ബ്രാഞ്ച് DYSP R ഹരിദാസന്റെ നേതൃത്വത്തിൽ 6 മരണങ്ങളും കൊലപാതകമാണെന്ന് ഉറപ്പിച്ചതോടെയാണ് കല്ലറ തുറക്കാൻ തീരുമാനിക്കുന്നത്. കല്ലറ തുറന്നതിന് പിന്നാലെ പ്രതികളുടെ അറസ്റ്റും രേഖപ്പെടുത്തി. 1-ാം പ്രതി ജോളി ജോസഫ്, സയനൈഡ് എത്തിച്ചു നൽകിയ MS മാത്യു, സയനൈഡ് കൈമാറിയ പ്രജികുമാർ എന്നിവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. ടോം തോമസിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വ്യാജ ഒസ്യത്തുണ്ടാക്കാൻ സഹായിച്ച CPM കട്ടാങ്ങൽ മുൻ ലോക്കൽ സെക്രട്ടറി E മനോജ് കുമാർ, വ്യാജ ഒസ്യത്തെ സാക്ഷ്യപ്പെടുത്തിയ നോട്ടറി C വിജയകുമാർ എന്നിവരെ പിന്നീട് റോയ് തോമസ് വധത്തിൽ പ്രതി ചേർത്തു. 6 കൊലപാതകങ്ങളും 6 സംഘങ്ങളാണ് അന്വേഷിച്ചത്. കൊല്ലപ്പെട്ട സിലിയുടെ ശരീരത്തിൽ സയനൈഡിന്റെ അംശമുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി. സയനൈഡ് ഉള്ളിൽ ചെന്നാണ് റോയ് തോമസിന്റെ മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു. 1000 വർഷം കഴിഞ്ഞാലും കുഴിച്ചുമൂടപ്പെട്ട സത്യങ്ങൾ ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. ഈ വാചകത്തിൽ അത്രമേൽ ഉറച്ചു വിശ്വസിച്ചതുകൊണ്ടാണ് കേരളം കണ്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പരയിലെ പ്രതി ഒടുവിൽ പിടിക്കപ്പെട്ടത്. മറ്റാരുമല്ലായിരുന്നു അത്, കൂടത്തായി കൊലപാതക പരമ്പര നടത്തിയ ജോളി തന്നെ. ഒരു സിനിമാ കഥയെ വെല്ലുന്ന വിധത്തിലാണ് ജോളിയുടെ ജീവിതകഥ കേരളം കേട്ടത്. അതിന് വേണ്ടുന്നതായ എല്ലാവിധമായ നിഗൂഢതയും എരിവും പുളിയുമൊക്കെ അതിനുണ്ടായിരുന്നു. പക്ഷേ ഇതിനു പിന്നിൽ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടത് 6 മനുഷ്യ ജീവനുകളാണ് എന്നതാണ് ഏറ്റവും ക്രൂരമായ സത്യം. എന്താണ് ഒരു മനുഷ്യൻ തനിക്ക് പ്രിയപ്പെട്ടനായിരുന്ന മനുഷ്യരെ കൊല്ലാനും അപകടപ്പെടുത്താനുമുള്ള കാരണങ്ങൾ? മറ്റു ബന്ധങ്ങൾ, സ്വത്ത്, പണം, അധികാരം. ജോളിയുടെ കേസിൽ ഇതെല്ലാം കാരണമാണെന്ന് പറയാം. ക്രിമിനൽ മൈൻഡ് ഉള്ളതുകൊണ്ട് ചെയ്യുന്നവയെല്ലാം ഒളിച്ചു വയ്ക്കാൻ എനിക്കറിയാം എന്ന് ജോളി തന്നെ പറയുന്നത് വളരെ കൃത്യമാണ്. സ്വയം മനസ്സിലാക്കുന്ന ഇത്തരത്തിൽ അപകടകാരികളായ മനുഷ്യർക്ക് ആദ്യം ഒരു തവണ മാത്രമേ കൊലപ്പെടുത്താൻ കൈയും മനസ്സും വിറയ്ക്കൂ. ഒരു തവണ അത് സുരക്ഷിതമായി അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തതാര് എന്ന ചോദ്യം മാത്രമേ മനസ്സിൽ അവശേഷിക്കൂ. പക്ഷേ കൊലപാതകം എന്നത് മാനസിക സുഖത്തിന് വേണ്ടിയല്ല ജോളി ചെയ്തത് എന്നത് ശരിയാണ്. വർഷങ്ങളുടെ ഇടവേളയിൽ കൊലപാതകം നടക്കാനുണ്ടായ കാരണവും അതാണ്. തന്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കുന്ന മനുഷ്യരെ ഇല്ലാതെയാക്കി സ്വന്തം സുഖവും ജീവിതവും സുരക്ഷിതമാക്കുക എന്ന ജീവിത ലക്ഷ്യമാണ് ഇത് ചിലർക്ക്.
അതിനുവേണ്ടി അവർ ചുറ്റും നിൽക്കുന്നവരെ ഇല്ലാതാക്കുന്ന കൊടും ക്രിമിനലുകളാകും. മാനസികമായ അസുഖം എന്നതിലുപരി ക്രിമിനൽ മനസ്സ് എന്നതാണ് ഇവരുടെ മാനസിക നിലയെ അപഗ്രഥിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള കേരളത്തിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇക്കാര്യത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നതും. സത്യത്തിൽ ഇതൊരു നാണം കെടുത്തുന്ന ഒരു വാചകമായി ഏതൊരു മലയാളിക്കും അനുഭവപ്പെടും. കൊലപാതകം മാത്രമല്ല, അടിമുടി ഫ്രോഡായ ഒരു സ്ത്രീയുടെ ജോലിയും വിദ്യാഭ്യാസവും എല്ലാം ചോദ്യവും ഉത്തരവുമായി തന്നെ എടുത്ത് പറയേണ്ടി വന്നു ഈ കേസിൽ. ജോളി ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങളും അവരുടെ മാനസിക സഞ്ചാരങ്ങളുമൊക്കെ കൃത്യമായി പലരിലൂടെയും പുറത്തു വന്നു കഴിഞ്ഞിരുന്നു. NIT കോഴിക്കോടിൽ ഗസ്റ്റ് ലെക്ചറർ ആണെന്ന നുണ ജോളി കുടുംബക്കാരെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് നടന്നത് ചില്ലറ കാര്യമല്ല. അത് 5 വർഷങ്ങളോളം അത്തരത്തിൽ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ആ നുണയുടെ ആധികാരികതയ്ക്കായി ജോളി കൊണ്ടു നടന്നത് ഒരു വ്യാജ ID കാർഡ് മാത്രമാണ്. നുണ പറയുവാനും അത് പറഞ്ഞു വിശ്വസിപ്പിക്കുവാനും ജോളിക്കുള്ള കഴിവ് തന്നെയാണ് ക്രൂരമായ കൊലപാതകങ്ങളിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് നിസ്സംശയം നമുക്ക് പറയാം.